അയ്യോ ടെന്റിന്റെ ഇത് ഒടിഞ്ഞു പോയി സ്റ്റിക്ക്. ഇതാണ് അവസ്ഥ. നമ്മൾ കേരളമായുള്ള ഇത് സ്ഥലമാണെന്ന് വിചാരിച്ച് പിന്നെ കുറച്ചങ്ങോട്ടൊന്ന് എന്താ പറയുക. അപ്പോൾ വേറൊരാളുണ്ടായിരുന്നു അപ്പോൾ അയാൾ നമ്മളെ മുന്നോട്ട് വിളിച്ചു. അപ്പം എല്ലാവർക്കും ഇന്ത്യ ടു സിംഗപ്പൂർ റൈഡിലേക്ക് സ്വാഗതം. ഒന്ന് രാവിലെ തന്നെ എണീച്ച് നോക്കിയപ്പം ഇവിടെ മൊത്തം നമുക്ക് കോടാന്ന് മനസ്സിലാവാൻ കാരണം അവിടെ പൊല്യൂഷൻ ഉണ്ട് ബാക്കിൽ. നമ്മുടെ വയതും എന്താ പറയുക ഇത് വരുന്നുണ്ടെങ്കിൽ ആവി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ തണുപ്പുണ്ടെന്നാണ്. ബാക്കിലൊരു തണുപ്പില്ലേനും ഇവിടെ എത്തിയപ്പോൾ ആ തണുപ്പ് നന്നായിട്ട് കൂടി. ഏനാ ज़्यादा हो गई ना ठंडी अभी? How are you feeling? നല്ല തണുപ്പുണ്ട്. യെസ് അഭി ഇപ്പം കണ്ടില്ലേ ഇവിടെ സൂര്യൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചന്ദ്രൻ ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട്. അവിടെ നമ്മുടെ 2 സൈക്കിളും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവരോട് യാത്ര പറഞ്ഞിട്ട് നമുക്കിനി പോവാം. നമ്മൾ നിന്ന ധാബാട്ടോ ഇന്നലെ മോദി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ധാബ ഉള്ളത്. ഇത് കണ്ടില്ലേ ഇന്നലെ ആക്സിഡൻ്റ് ആയതാട്ടോ. ഇതിൻ്റെ കോലം നോക്കിയേ. ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ പവർ മറ്റേ എയർ ബാഗൊക്കെ പുറത്ത് തള്ളിയിട്ടുണ്ട്. ഇതാണ്ടോ. ആ ഈ मतलब नींद में था और कुछ रीजन था? अच्छा हाँ बढ़िया അല്ല കേട്ടോ കള്ള് കുടിച്ചിട്ടാന്ന് എന്നോട് നേരത്തെ പറഞ്ഞേ. അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ठीक है भैया बहुत थैंक यू आपको जगह मिल गया हमको बहुत आराम मिल गया और आते वक्त या कभी और टाइम मिल जाएगी कभी भी आओगे वेलकम. अच्छा थैंक यू सो मच भैया ഓക്കെ. ഇത് കണ്ടില്ലേ ഭയ്യ പോവാൻ നേരത്ത് നമുക്ക് 2 ജ്യൂസൊക്കെ തന്നിട്ടാണ് ഇവിടുന്ന് വിടുന്നത്. थैंक यू भैया थैंक यू सो मच आपका प्यार के लिए. हाँ जी ठीक है भैया थैंक यू. അപ്പോൾ കണ്ടില്ലേ മോഡി നഗർ നമ്മൾ വിടാൻ പോവാണ്. ഇവിടെ നമുക്ക് ബ്രെഡ് എടുക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയതാണ്. കണ്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അത്രയും സാധനം. നമ്മളെ ജോ ആണ് ഇന്നത്തെ നമ്മളെ സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രെഡ് എടുക്കാം. भैया छोटे पैकेट ब्रेड है ये क्या कितनी का है? हाँ ये ठीक है ना. അതാകുമ്പോൾ ചെറുതാണ് നമ്മൾ കൈമേൽ വെക്കാം. 25 का है हाँ ठीक है. അപ്പോൾ കണ്ടില്ലേ നമ്മളിതാ ബ്രെഡ് വാങ്ങിനും. അപ്പം തൊട്ടടുന്ന് വയ്യ പറഞ്ഞു പാല് ഇവിടെ ഒന്നും കിട്ടില്ല ഹോമോജനൈസ്ഡ് മിൽക്കേ. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ഭയ്യ ആപ്കാ നാം ബത്താ ദീജിയേ. പാല് പറഞ്ഞു ഞാൻ പേടിക്കണ്ട ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചൂടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നല്ല നാടൻ പാലുണ്ട്. അത് നല്ല ചൂടാക്കിയിട്ട് മധുരം ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് തന്നിക്കാണ്. വാവ്. അതും കുൽഹഡിൽ UPത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമുക്ക് കുൽഹഡിൽ ഇത് കിട്ടും. ഈ മണ്ണിൻ്റെ ഗ്ലാസ് ഇല്ലേ അതിൽ നമുക്ക് പാല് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ബ്രെഡ് മുക്കിയിട്ട് നമ്മൾ കഴിക്കും. The smell of the kullad is so fresh and good, like it's amazing. അതെ ആ മണ്ണിൻ്റെ സ്മെല്ലുണ്ടല്ലോ അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ആഹാ കണ്ടില്ലേ നമ്മൾ മീററ്റ് വഴിക്കാണ് കേട്ടോ പോകുന്നത്. മീററ്റ് സിറ്റി അവിടുന്ന് താഴത്തുനിന്നും വള്ളത്തോട്ടാണ്. നമ്മൾ സിറ്റി ടച്ച് ചെയ്യുന്നില്ല കാരണം സിറ്റിയിൽ നല്ല തിരക്കായിരിക്കും. മീററ്റ് കേട്ടില്ലേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ഹരിദ്വാറിലേക്കുള്ള വഴി ഇങ്ങനെ മുന്നോട്ട് പോകും. അതെ ഇവിടെ ഒരു പമ്പയിൽ നമ്മൾ കാറ്റടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. हाँ जी इसमें तो है ना. हाँ इसमें पीछे में भी. ओके भैया थैंक यू. एक हाई बोल देना. हो गया ना ठीक बढ़िया നൈസ്. അല്ല നമ്മൾ ആകെ പെട്ട് പോയിട്ടോ കാരണം ലഗേജ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കാറ്റടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി സീനാവും. നമ്മൾ ഹാൻഡ് പമ്പല്ലേ ഇതേമാതിരി മെഷീനിൽ പോകുന്ന മാതിരിയൊന്നും അതിലിങ്ങോട്ട് പോകില്ലല്ലോ. അപ്പോൾ നമ്മൾ ബാഗ്പത്തിൽ എത്തിയിട്ടുണ്ട്. 20 കിലോമീറ്റർ റൈറ്റ് 20 കിലോമീറ്റർ റൈറ്റ്. അപ്പോൾ അത് റോഡ് സൈഡിൽ ഇവിടെ ഒരു ചോലെ കുൽച്ച നമുക്ക് കിട്ടും. അപ്പം അത് കഴിക്കാം. അപ്പോൾ നല്ല ചൂട് ചോലെ കുൽച്ച വന്നിട്ടുണ്ട്. ആഹാ നല്ല ഞെരിഞ്ഞ ബ്രെഡാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ. നല്ല ചൂട് കൂടുതൽ വേണ്ട. ആ ചൂട് നല്ല എരിവുണ്ട് കേട്ടോ.
നമുക്ക് എരിവുള്ള വല്ലതും കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയത്. സ്പൈസി റൈറ്റ്? തുമക്ക് സ്പൈസി ചായതേ നാ? യു വാണ്ട് ചട്പട്ട റൈറ്റ്? നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനവും നല്ല വിശപ്പും ഉണ്ട്. വീണ്ടും ചൂട്. കണ്ടില്ലേ? നല്ല അടിപൊളി സ്മെല്ലും ആണ് കേട്ടോ. കേരള है इधर से 3-3.5 किलोमीटर. हाँ वो बहुत दूर है यार. हाँ अभी हमको हो गया 3 साल हो गया पूरा. अच्छा जी. हाँ पूरा इंडिया पूरा भ्रमण करके आ रहा है. ഒരു മിനിറ്റ്, ഒരു കുഞ്ഞു കാര്യം പറയാനുണ്ട്. ഞങ്ങളെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് വിറ്റ് 6 ലക്ഷം സമ്പാദിച്ചാണ് ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂർ വരെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി പോകാൻ പോകുന്നത്. ഒരു 500 കലണ്ടർ ചലഞ്ച് ഞങ്ങൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കലണ്ടറിൽ കൊടുത്തിട്ടുള്ളത് 6 വർഷം ഇന്ത്യയിലും നേപ്പാളിലും യാത്ര ചെയ്തപ്പോൾ ഞാൻ പകർത്തിയ ചിത്രങ്ങളാണ്. ഈ 500 കലണ്ടറുകൾ വിറ്റാലാണ് നമുക്ക് ഇന്ത്യ ടു സിംഗപ്പൂർ റൈഡിന് വേണ്ടിയുള്ള പുതിയ സൈക്കിൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ റൈഡ് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കലണ്ടർ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ ബാക്കി വീഡിയോ എൻജോയ് ചെയ്തോളൂ. ഡൽഹി വിട്ടതിന് ശേഷം ഇപ്പോഴാട്ടോ നല്ല കുറച്ച് വായു ശ്വസിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ മാറി അവസാനം നല്ല സുഖം. നമ്മൾ ഹൈവേയിൽ പോയിട്ട് മടുത്തു പോയി. ഒരു കാഴ്ച കാണാനോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഉള്ളിൽ കൂടെയുള്ള റോഡ് പിടിക്കാമെന്ന്. I'm feeling great now. That was very boring, right? ഇവിടെ ഒരുപാട് കാഴ്ച കണ്ടു പോകട്ടോ. നമുക്ക് പോണത് അറിയുന്നേ ഇല്ല. കണ്ടില്ല എത്ര കരിമ്പ് എന്ന് കണ്ടോ. ഈ പോകുന്ന എല്ലാ ലോറികളിലും ഇതേമാതിരി കരിമ്പാണ് കാണുന്നത്. നോക്കിയേ ഇത്ര വലിയ ലോറിയാണ്, അതിൽ മൊത്തം കരിമ്പാ. അങ്ങനത്തെ ഒന്നും കൂടി ബാക്കിൽ വരുന്നുണ്ട്. ഇത് ഒന്നവിടെ വീണ്. അപ്പോൾ നമ്മൾ ഹൈവേ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു നാട്ടുമ്പുറം ഏരിയയിൽ കൂടെ ആണല്ലോ ഇപ്പോൾ പോകുന്നത്. കണ്ടില്ലേ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നോക്കിയേ. അവിടെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നാട്ടുമ്പുറലായിട്ടുള്ള ഏരിയ ആണ്. ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവം നടന്നു. അപ്പം നമ്മളവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ നിർത്തിയപ്പോൾ കുറച്ച് എന്താ പറയുക ഒരു കവലയിൽ നിർത്തിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, ഇവിടെ ഭയങ്കര മതസൗഹാർദ്ദമാണ്. മീൻസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ സ്ഥലത്തും കൈയൊക്കെ കൊടുത്തിട്ട് അവിടെ തന്നെ നമ്മുടെ അടുത്തൊരാൾ വന്ന് എന്നിട്ട് കൈയൊക്കെ കൊടുത്ത് പിന്നെ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു നമ്മൾ കേരളമായുള്ള ഇത് സ്ഥലമാണെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ചങ്ങോട്ടൊന്ന് എന്താ പറയുക, അപ്പോൾ വേറൊരാളുണ്ടേനു. അപ്പോൾ അയാൾ നമ്മളെ മുന്നോട്ട് വിളിച്ചിട്ട് വാട്ട് ദ അതർ ഗൈ ടോൾഡ്? Firstly, he was telling us not to go from this route. And then a lot of people asked us the same thing. Where are you going from, this and that. And then when we were finally getting ready to leave, we just like 2-3 steps, we took 2-3 steps ahead and he came to us and he told us these people are Muslims, Mohammedan, and you should not trust them. Maybe they'll call you, and if they'll call some person there and you're in danger, you take this route that I told you. This route. Like they were so friendly at first to each other. Yeah. Like 1-3 steps he like came, he came, he stopped his bike at this Muslim person's shop. He shook his hand and that's when he saw us. Yes. And then 3 steps later he was like, oh, like these people are Muslims. ഓന്ത് നിറം മാറുന്ന വയലിൽ അവിടെ ആൾക്കാർ മാറുന്നത്. അടിപൊളി. സോ ലൈക്ക് വിൽ ബി കണ്ടിന്യൂയിങ് ദിസ് റൂട്ട്. ഇപ്പം നമുക്ക് ഇത് കണ്ടില്ല മുറാദ് നഗർ, ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നെയ് ഷാം തക് രുക്കേഗാ. എന്ത് സുന്ദരമായ കാഴ്ച നോക്കിക്കേ. നല്ല സൺസെറ്റും ഇതേപോലെ തന്നെ നാടൻ കാഴ്ചകളും. വേറെ എന്തെങ്കിലും വേണ്ടത് ടെൻ്റ് അടിക്കാനുള്ളൊരു സ്ഥലമാണ്. അതിന് മുന്നോട്ട് പോയിക്കൊണ്ട് കാണും. ഇവിടെ ഒരു ഫുഡില്ല, മീൻസ് ഒരു വാസമോ ഇവിടെ ആളുകൾ താമസിക്കണോ ഒന്നുമില്ല. ഇതേമാതിരി സൈഡിൽ നദിയോട് ചേർന്നുള്ള നഹർ റോഡ് എന്നാണ് പറയുക. നഹർന്ന് ഹിന്ദിയിൽ നദിക്ക് പറയുന്ന പേരാണ്. ഇപ്പോൾ വിൻ്റർ ആയതിനെക്കൊണ്ട് പെട്ടെന്ന് രാത്രിയാവും. 5:20 5:20 കണ്ടില്ലേ. ഇതാണ് ഇപ്പോൾ തന്നെ അവസ്ഥ. എന്നും നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് എന്താ പറയുക ടെൻ്റ് ചെയ്യാനുള്ളൊരു സ്ഥലത്ത് ഇരുന്നതിന് മുന്നേ എത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിഫ്ലക്സൊക്കെ ഇട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. അയ്യോ ഹൈവേ എത്തി. നല്ല പേടിപ്പിക്കുന്ന ഹൈവേ കേട്ടോ. ക്യാ കരാം? I think we'll go back on this road and camp somewhere. Yeah. Let's go.
It's very unsafe to ride through this highway. പിന്നെ നോക്കട്ടോ നമുക്ക് എവിടെ നിൽക്കാം. നമ്മൾ വന്ന വഴി ഇതാണ്, ഇത്രയും ഓഫ് റോഡായിരുന്നു. പോവാൻ പോകുന്നത് ഇപ്പോൾ ഇതാ ഈ റോഡിൽ കൂടാണ്. അവസാനം നമുക്ക് ക്യാമ്പ് ചെയ്യാനൊരു ഇന്ത്യൻ ഓയിൽ പമ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളിന്നിവിടെ ടെൻ്റ് അടിക്കും. തണുത്തിട്ടേ നല്ല തണുപ്പാണ് ഇവിടെ. കുറച്ച് നേരം നമ്മൾ റൈഡ് നിർത്തിയാൽ തന്നെ നമുക്ക് നന്നായിട്ട് തണുക്കാൻ തുടങ്ങും. ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷയില്ല കേട്ടോ. അയ്യോ, ടെൻറ്റിൻ്റെ ഇത് ഒടിഞ്ഞുപോയി സ്റ്റിക്ക്. യെസ്, കണ്ടില്ലേ ഈ സാധനം ഇവിടെ അങ്ങോട്ട് ഒടിഞ്ഞു പോയി. അയ്യോ, ഇനിയിപ്പം എന്ത് ചെയ്യുന്ന അറിയില്ല. തൽക്കാലം നമ്മൾ വിചാരിച്ച് സെല്ലോ ടേപ്പം കണ്ടിട്ട് നോക്കട്ടെ ഇത് കിടക്കാൻ പറ്റണോ. അതിൻ്റെ കോലം നോക്കിയേ, ഇതാണ് ഒരുമാതിരി കുഞ്ഞുകുഞ്ഞ മാതിരിയാണ് അവസ്ഥ ഇതിൻ്റെ. ആ സൈഡിൽ കണ്ടാൽ ഒന്നും കൂടി ഒരു വ്യക്തമാവും. ഇതാണ് അവസ്ഥ. കണ്ടില്ലേ ഇവിടെ ഇത്രയും വലിയൊരു മിറർ. എനിക്ക് തോന്നുന്നു ലോറിക്കാർ ഇവിടെ കുളിക്കലൊക്കെ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടായിരിക്കണം. Liking the water? Liking the water? നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലുണ്ട്. ടെൻറ്റിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മൾ ഭക്ഷണം വല്ലതും കഴിക്കണം. ബട്ടറും ജാമും പിന്നെ നട്ട്സൊക്കെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഹോൾഡ് ദിസ് Biscuits as well. ഹോൾഡ് ദിസ്. കാണുന്നുണ്ടോ? ഇതാണ് ഇപ്പോൾ അവസ്ഥ. കണ്ടില്ലേ, സ്റ്റിക്ക് പൊട്ടിയിട്ട് നമ്മൾ ഒരുമാതിരിപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഏകദേശം നമ്മൾ ലാലേട്ടന് മാതിരിയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്, ഫുള്ള് കോമഡിയാണ് പുറത്തുനിന്ന് കാണും. ഞാൻ നോക്കുന്നത് എന്ത് പറ്റി, എങ്ങനെ ഇരുന്നിട്ട് ടെൻഡ് ആയിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മളെ യാത്രയുടെ ഒരു ഭാഗമാണ്. എത്രത്തോളം കഷ്ടപ്പാടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അപ്പം ബ്രെഡും ബട്ടറും സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. ബാക്കി നമ്മളെ കാര്യം നാളെ കാണാം. ഇനിയിപ്പോൾ ഋഷികേശിലേക്ക് ആകെ 100 ചില്ലാൻ കിലോമീറ്റർ ഉള്ളൂ. വി ആർ ഓൾമോസ്റ്റ് ദെയർ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ജോ, സേ ഗുഡ് നൈറ്റ്. Good night. ഓക്കെ, സീ യു ടുമാറോ. ബൈ.